ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്കിങ് ആണ് നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബാങ്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തു വന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഏതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. Origin of the word bank. The bank seems to have been derived from the Italian word banco. ബാങ്കോ എന്ന ഇറ്റാലിയൻ വേർഡ്, അതുപോലെ തന്നെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ബാങ്കസ്, ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ബാങ്ക്യു എന്നീ വാക്കുകളിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്യപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഓൾ ഓഫ് ദീസ് മീൻസ് എ ബെഞ്ച്. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ബെഞ്ച് എന്ന ഒരു അർത്ഥമാണുള്ളത്. ദി ടേം ബാങ്ക് ഇസ് ഡിറൈവഡ് ഫ്രം ദി ജർമ്മൻ വേർഡ് ബാങ്ക് വിച്ച് മീൻസ് ഹീപ്പ് ഓഫ് മണി. മറ്റൊരു വേർഡ് ജർമ്മൻ വേർഡ് ആയിട്ടുള്ള ബാങ്ക്, അതിന്റെ അർത്ഥം ഹീപ്പ് ഓഫ് മണി. ഈ ഒരു ബെഞ്ച് എന്ന് പറയാൻ കാരണം പണ്ട് കാലത്ത് ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പണമിടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം, നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ബാങ്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത് എന്ന് കരുതപ്പെടുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഏത് ഭാഷയിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, EFG നമ്മളിങ്ങനെ ABC പറയുന്ന പോലെ എന്ത് ചെയ്താൽ മതി, FGIL, അതായത് EFG അതിനുശേഷം IL. ഇനി എങ്ങനെ ഓർത്തിരിക്കാം? ഒരു സിമ്പിൾ ആയിട്ട് കോഡ് ഓർക്കാം. ബാങ്ക്യു ബാങ്ക് ബാങ്കോ ബാങ്കസ്, ബാങ്ക്യു ബാങ്ക് ബാങ്കോ ബാങ്കസ്. ഇതാണ് നമുക്ക് ഓർത്തിരിക്കാൻ. ബാങ്ക്യു ബാങ്ക് ബാങ്കോ ബാങ്കസ്. ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ബാങ്ക്യു, ജർമ്മൻ വേർഡ് ആയിട്ടുള്ള ബാങ്ക്, ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള ബാങ്കോ, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ബാങ്കസ്. ബാങ്ക്യു ബാങ്ക് ബാങ്കോ ബാങ്കസ്. ഇതിന്റെ അകത്ത് ബാങ്ക് എന്ന ജർമ്മൻ വേർഡിന്റെ അർത്ഥം ഹീപ്പ് ഓഫ് മണിയാണ്. ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള ബാങ്കോയുടെ അർത്ഥം എന്താണ്? ബെഞ്ച് എന്നാണ്. ഇനി ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ BR ആക്ടിന്റെ സെക്ഷൻ 5B-യിലാണ്. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. നമ്മുടെ BR ആക്ട് 1949 സെക്ഷൻ 5B-യിൽ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? ബാങ്കിനെയും. 5C-യിൽ എന്തിനാണ്? ബാങ്കിങ് കമ്പനിനെയുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. 5B പറയുന്നത് അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്. എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കടം കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ല എങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രം പറയും എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യണം? പൈസ തിരികെ കൊടുക്കണോ? അല്ലെ എങ്ങനെയാണ്? അവര് ഡിമാൻഡ് ചെയ്യുമ്പം, അല്ല എങ്കിൽ അവർക്ക് ചെക്ക് വഴി അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് വഴിയൊക്കെ എന്ത് ചെയ്യാം? ആ പൈസ പിൻവലിക്കാനായിട്ടും പറ്റും. ബാങ്കിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. ഇനി ഹിസ്റ്ററി ഓഫ് BR ആക്ട്. BR ആക്ട് നമ്മൾ ആദ്യം പറഞ്ഞു 1949 എന്ന് പറഞ്ഞു. അതിന് ചെറിയ ഒരു ചരിത്രമുണ്ട്. നമുക്ക് നോക്കാം. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949, ആക്ട് നമ്പർ 10, enacted date 10th March 1949, came into force from 16th March 1949. നമുക്കൊരു ടൈം ലൈൻ നോക്കാം. ആദ്യം ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു അതിന്റെ പേര്. അത് 1949 10ാം നമ്പർ ആക്ട് ആയിട്ടാണ് നിലവിൽ വരുന്നത്. അത് എനാക്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 10, 1949 അത് നിലവിൽ വന്നത് മാർച്ച് 16, 1949. ഇനി ഇതിന്റെ പേരെന്താക്കിയിട്ടുണ്ട്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കിയിട്ടുണ്ട് അല്ലെ. എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പേര് മാറ്റിയത്? 1 മാർച്ച് 1966 മാർച്ച് 1 അതിന്റെ പേരെന്ത് ചെയ്തു? BR ആക്ട് എന്ന് പേര് മാറ്റി. ആദ്യം ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു അല്ലെ. ബാങ്കിങ് കമ്പനീസ് ആക്ട് വർഷം 1949. പിന്നീട് 1966 എന്ത് ചെയ്തു? BR ആക്ട് എന്ന് പേര് ചേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ജമ്മു ആൻഡ് കാശ്മീർ ഫ്രം 1956. 1956 മുതൽ ജമ്മു ആൻഡ് കാശ്മീരിന് ആപ്ലിക്കബിൾ ആയി. In 1965 it was amended to make applicable to cooperative bank. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരെ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമുണ്ട്. എന്ന് മുതലാണ് ഇത് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിന്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നാണ് ഇത് കോപ്പറേറ്റീവ് സെക്ടറിന് ആപ്ലിക്കബിൾ ആകുന്നതിന് വേണ്ടി അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം നോക്കി 1965 എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, കോപ്പറേറ്റീവ് സെക്ടറിന് ആപ്ലിക്കബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് അത് അമെൻഡ് ചെയ്തു.
പിറ്റേ വർഷം 1966 മുതലാണത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആയത്. അത് എന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർച്ച് 1966. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ ഒരു ടൈം ലൈൻ ഉണ്ടാക്കി നോക്കിയാലോ ഈ ഹിസ്റ്ററി വെച്ചിട്ട്. 1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിൽ വരുന്നു. ഇനി 1956 അത് ജമ്മു ആൻഡ് കാശ്മീരിന് ആപ്ലിക്കബിൾ ആകുന്നു. പിന്നീട് 1965 അമെൻഡഡ് ടു ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇനി 1966 എന്തായിട്ടുണ്ടത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആപ്ലിക്കബിൾ ആയി. അത് കൂടാതെ തന്നെ അതിന്റെ പേര് BR ആക്ട് എന്ന് പേര് മാറി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ചെറിയ ഒരു ഹിസ്റ്ററി. ഇനി നമുക്ക് നോക്കാനുള്ള ടൈപ്പ് ഓഫ് ബാങ്കിങ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാങ്കുകളുണ്ട് അല്ലെ. യൂണിറ്റ് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്. അപ്പൊ എന്താണ് ഇതൊക്കെ എന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രാഞ്ച് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. അപ്പൊ നമുക്ക് സംശയം വരുന്ന വേറൊരു കാര്യം യൂണിറ്റ് ബാങ്കാണ് അല്ലെ. യൂണിറ്റ് ബാങ്കുകളെ പറയുന്ന പേരെന്താണ്? ലോക്കലൈസ്ഡ് ബാങ്കിങ്. ലോക്കലൈസ്ഡ് ബാങ്കിങ്ങിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് യൂണിറ്റ് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ്. This refers to a system under which banking business is carried on by single bank through a network of branches spread throughout the country. അതായത് ഒരു ബാങ്കിന് എന്തുണ്ട്, ഒന്നിലധികം ശാഖ. ഇത് ഒരൊറ്റ ബാങ്ക് ആണെങ്കിൽ അതിന് പല സ്ഥലങ്ങളിലായിട്ട് എന്തുണ്ടാവും, ബ്രാഞ്ചുകൾ ഉണ്ടാവും. അങ്ങനെ ഈ ബ്രാഞ്ചുകളിൽ കൂടി എല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്, ഈ ഒരു ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ദി ബാങ്ക് വിൽ ഹാവ് ഹെഡ് ഓഫീസ് and the business of each branch will be regulated by head office. It is popular in India, China and Britain. ഇതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഇതാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതെന്ത് ചെയ്യുന്നു, പല ബ്രാഞ്ചുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, വ്യാപിച്ചിട്ടാണ്, അല്ലെങ്കിൽ പല ബ്രാഞ്ചുകളിലായിട്ടാണ് ഇത് ഓപ്പറേഷൻ നടത്തുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം കൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഈ ഒരു ഹെഡ് ഓഫീസിൽ നിന്നുമാണ്. ഇനി ഇത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കൂടുതൽ ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBI എന്ന് നോക്കുക. CBI ബ്രാഞ്ചിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. എന്താണ് CBI? ചൈന, ബ്രിട്ടൻ, ഇന്ത്യ. CBI എന്ത് ചെയ്തു, ബ്രാഞ്ചിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇനി ഇതിന്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബാങ്കുകൾക്കും എന്തുണ്ട്, ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, എറണാകുളം. അത് വേരിയസ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള യൂണിറ്റ് ബാങ്കിങ് ഓർ ലോക്കലൈസ്ഡ് ബാങ്കിങ്. എന്താണ് യൂണിറ്റ് ബാങ്കിങ്? നമ്മുടെ ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിൽ ഒരൊറ്റ ഓഫീസേ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ ഓഫീസിൽ നിന്ന് തന്നെയായിരിക്കും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ദിസ് റെഫേഴ്സ് ടു ദാറ്റ് സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ബാങ്കിങ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഓൺ through a single office situated at a particular place without any branches. The system is used to popular in USA. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അവർക്ക് ഒരു ഒറ്റ ഓഫീസേ ഉണ്ടാവുള്ളൂ. ആ ഓഫീസിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അവർക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. ഈ സ്ഥാപനത്തിന് വേറെ ബ്രാഞ്ചുകളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഇതിൽ കമന്റ് ബോക്സിലൊക്കെ കാണാറുണ്ടല്ലേ. അതുപോലെ ഇതിന് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. ഇത് എവിടെയാണ് ഫേമസ് ആയിട്ടുള്ളത്? USA-യിലാണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഈ യൂണിറ്റ് ബാങ്കിന് പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാങ്കുകളുടെ സഹായം വേണോ അല്ലെ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ബാങ്ക് കേരളത്തിലുണ്ടെന്ന് വിചാരിക്കുക. കേരളത്തിൽ കാക്കനാട് എന്നുള്ള ഒരു ബാങ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന CC ബാങ്ക് എന്നാന്ന് വിചാരിച്ചു. CC ബാങ്ക് ആണത്. അതിന് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. പക്ഷെ ഈ ബാങ്കിങ് സേവനം, ഈ ഒരു ബാങ്കിന്റെ കസ്റ്റമർ ഉള്ളത് കാസർഗോഡാണ്. അപ്പൊ എന്ത് വേണം, ഈ ബാങ്കിന് എന്ത് ചെയ്യണം, കാസർഗോഡ് കസ്റ്റമർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണം, അല്ലെങ്കിൽ കാസർഗോഡ് കസ്റ്റമർക്ക് എന്താണ് പൈസ എടുക്കണമെങ്കിൽ എന്തെങ്കിലും സഹായം, വേറെ ബാങ്കുകളുടെ സഹായം വേണ്ടി വരൂ അല്ലേ. അപ്പം അങ്ങനെ ഇവര് യൂണിറ്റ് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയാ, കറസ്പോണ്ടന്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാം. A correspondent bank are the intermediaries through which all the unit bank are linked with other bank. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ യൂണിറ്റ് ബാങ്കുകൾക്കും പരസ്പരം എന്ത് ചെയ്യണം, കണക്റ്റഡ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ പരസ്പരം അവർക്ക് എന്ത് വേണം, അവരുടെ സേവനങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിൽ എത്തിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനലിന്റെ ഹെൽപ്പ് വേണം. അതിന് സഹായിക്കുന്ന ബാങ്കുകളെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. As the unit bank have no branches, they do their banking operations in important places through correspondent bank
കറസ്പോണ്ടന്റ് ബാങ്കിങ് ആർ പോപ്പുലർ ഇൻ USA. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം എറണാകുളത്തുള്ള ബാങ്കിന് കാസർഗോഡുള്ള കസ്റ്റമർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഇവര് വേറെ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഹെൽപ്പ് മേടിക്കണം. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് വിളിക്കും. ഈ ഒരു സിസ്റ്റം എവിടെയാണ് ഫേമസ് ആയിട്ടുള്ളത്? യൂണിറ്റ് ബാങ്ക് എവിടെയാണോ ഫേമസ് ആയിട്ടുള്ളത് അവിടെ തന്നെയാണ് അല്ലെ, USA-യിലാണ് ഈ ഒരു ബാങ്കിങ് സിസ്റ്റം ഫേമസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ബാങ്കിങ് നോക്കാം. ഗ്രൂപ്പ് ബാങ്കിങ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. നമുക്ക് ഇവിടെയും മാറിപ്പോകാൻ ചാൻസ് അല്ല. ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ് മാറിപ്പോകാം. നിങ്ങൾ ഓർക്കുക GH എന്ന് ഓർക്കുക. ഗ്രൂപ്പ് ബാങ്കിങ്ങിന്റെ അകത്ത് എന്തുണ്ട്, ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, GH എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേര് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. Group banking is a system where group of banks separately incorporated are brought under the control of holding company. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കുറെ ബാങ്കുകൾ അവരെന്ത് ചെയ്യുന്നു, ഒരൊറ്റ കമ്പനി, അതായത് പേരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു ABCD ഇങ്ങനെ പല ബാങ്കുകളുണ്ട്. ഇതെല്ലാം ഓരോ ബാങ്കുകളാണ്. ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ്. അപ്പൊ ഇവരെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്നത് ഇസഡ് എന്നൊരു ബാങ്കാണ്, ഇസഡ് എന്നൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കുക, ഗ്രൂപ്പ് ബാങ്കിങ് അഥവാ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയുക. ദി ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ദി അഫയേഴ്സ് ഓഫ് ഓൾ യൂണിറ്റ് ഇൻ ദി ഗ്രൂപ്പ്. ദി ഹോൾഡിംഗ് കമ്പനി ഈസ് ഓൾസോ കോൾഡ് പേരന്റ് കമ്പനി ആൻഡ് ദി ബാങ്ക് അണ്ടർ ദി പേരന്റ് കമ്പനി ആർ കോൾഡ് സബ്സിഡറി കമ്പനി. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ABCD എന്ന ബാങ്കുകളെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ സബ്സിഡറി എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞ ഇസഡ് എന്ന ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കും, പേരന്റ് കമ്പനി എന്ന് വിളിക്കും. പേരന്റ് കമ്പനി അഥവാ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഈ ഒരു സിസ്റ്റം എവിടെയാണ് ഫേമസ് ആയിട്ടുള്ളത്? USA-യിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയിൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ സിസ്റ്റം വേർ 2 or more banking companies are controlled by 1 or more individuals or by same group of person or a single management through purchase of share of such bank. എന്താണ് ചെയിൻ ബാങ്കിങ്? നമുക്ക് ഒരൊറ്റ വ്യക്തി എന്ത് ചെയ്യുന്നു, ഇതൊരു വ്യക്തിയാണ്, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഒന്നിലധികം ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു. അല്ല എങ്കിൽ ഒരു സിംഗിൾ മാനേജ്മെന്റ്, ഇവിടെ ഒരു 3-4 പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, പല ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു. ഒരൊറ്റ സിംഗിൾ മാനേജ്മെന്റ് പല ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ ചെയിൻ ബാങ്കിങ് എന്ന് പറയുക. ഇവിടെ എന്തില്ല, ഒരു ഹോൾഡിംഗ് കമ്പനി ഇല്ല. പകരം എന്താണ്, ഇവിടെ ഹോൾഡിംഗ് കമ്പനി ഇല്ല, പകരം ഒരു സിംഗിൾ മാനേജ്മെന്റ്. അവർക്ക് എങ്ങനെ ചെയ്യാം, ഒന്നുകിൽ ഒരൊറ്റ വ്യക്തിക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ മാനേജ്മെന്റ് ടീമിന് എന്ത് ചെയ്യാം, ഈ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡെപ്പോസിറ്റ് ബാങ്കിങ്. It is a system where bank received the deposit from the public which are repayable on demand and lend them for shorter period. The banks act as a custodian or trustees of the depositees. എന്താണ് ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്? ഇവിടെ കസ്റ്റമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ റീപേ ചെയ്യുന്ന, അവർ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അവർക്ക് എന്ത് ചെയ്യും, ആ സമയത്ത് അത് റീപേ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു, ഇവര് എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ എന്ത് ചെയ്യണം, ആ പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഷോർട്ട് ടൈം പീരീഡിലേക്ക് മാത്രമായിരിക്കും ലെൻഡ് ചെയ്യുക. കാരണം കസ്റ്റമർ വന്ന് ചോദിച്ചാൽ എപ്പോൾ വേണേലും കൊടുക്കണം. അതുകൊണ്ട് ഒരു ഹ്രസ്വകാല വായ്പകളായിരിക്കും നമ്മുടെ ഡെപ്പോസിറ്റ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുക. ദി ബാങ്ക്സ് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓർ ട്രസ്റ്റി ഓഫ് ദി ഡെപ്പോസിറ്റീസ്. ഇവിടെ ബാങ്ക് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൽ ബാങ്ക് ആക്ട് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറുടെ ട്രസ്റ്റി അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയൻ ആയിട്ടാണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ബാങ്ക് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ഫിക്സഡ് ഓർ ലോങ് പീരീഡ് ആൻഡ് ലെൻഡ് ദം ഫോർ ലോങ് പീരീഡ്. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ അത് ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൽ എങ്ങനെയായിരുന്നു, അവര് ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. അതായത് എപ്പം കസ്റ്റമർ ആവശ്യപ്പെടുന്ന ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് ലോൺ കൊടുത്തിരുന്നത്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലേക്ക് വരുമ്പോൾ അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ഒരു ഫിക്സഡ് പീരീഡിലേക്കല്ല എങ്കിൽ ഒരു ലോങ് പീരീഡിലേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് ആ പൈസ ലോങ് പീരീഡിലേക്ക് ലെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യും. This refers to bank whose main function is to provide finance for investment to industrial concern. They provide this by purchasing share and debentures of newly floated company.
നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ കമ്പനികൾക്കൊക്കെ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുത്തൻ ഇൻവെസ്റ്റ്മെന്റുകൾ, പുത്തൻ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് കൊടുക്കുവാനായിട്ടാണ് ബാങ്ക് ഈ ഒരു ബാങ്കിങ്ങിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മിക്സഡ് ബാങ്കിങ്. എന്താണ് മിക്സഡ് ബാങ്കിങ്? ഇറ്റ് combines the deposit banking and investment banking. Such type of banking is called a mixed banking. Under the system, bank provide both short-term and long-term loan. It is popular in Germany. മിക്സഡ് ബാങ്കിങ് എവിടെയാണ് പോപ്പുലർ ആയിട്ടുള്ളത്? ജർമ്മനിയിലാണ്. എന്താണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ബാങ്കിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഷോർട്ട് ടൈം പീരീഡിലേക്ക് ലോൺ കൊടുക്കും, ലോങ് ടൈം പീരീഡിലേക്കും ലോൺ കൊടുക്കും. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് ബാങ്കിങ്. ഗ്രൂപ്പ് ബാങ്കിങ്ങിൽ എന്തുണ്ട്? ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. ചെയിൻ ബാങ്കിങ്ങിലോട്ട് വരുമ്പം അവിടെ ഒരു സിംഗിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ബാങ്കുകൾ, ഒന്നിലധികം ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വന്നത് എവിടേക്കായിരുന്നു? ഡിപ്പോസിറ്റ് ബാങ്കിങ്ങിലേക്കാണ്. ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൽ എങ്ങനെയാണ്? അവര് ഷോർട്ട് ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് ഡെപ്പോസിറ്റും സ്വീകരിക്കുന്നത്. ഇനി നമ്മൾ അതിനുശേഷം വന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലേക്കാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ എങ്ങനെയാണ്? അവർ ലോങ് ടൈം പീരീഡിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് മിക്സഡ് ബാങ്കിങ് വരുന്നത്. ഇനി നാരോ ബാങ്കിങ്. ഇറ്റ് റെഫേഴ്സ് ടു ലിമിറ്റഡ് ബാങ്കിങ് ആക്ടിവിറ്റി. The bank do only mobilization of deposit, lend or invest within a particular region or invest the fund in government security. This type of restricted minimum banking activities referred to narrow banking. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഒരു ബാങ്ക് ലിമിറ്റഡ് ബാങ്കിങ് ആക്ടിവിറ്റീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഡെപ്പോസിറ്റ് ഒക്കെ എന്ത് ചെയ്യും? ചെറിയ കാലത്തേക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റേസ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ റീജിയണിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അല്ലാണ്ട് ഒരുപാട് ഏരിയയിലോട്ടൊന്നും കൈകടത്തത്തില്ല. അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സേവനങ്ങൾ മാത്രമായിരിക്കും നാരോ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ഇനി അടുത്തത് ഹോൾഡ് ഓൺലി ലോ റിസ്ക് ആൻഡ് ഹൈലി ലിക്വിഡ് അസറ്റ്. അവർ ഹെൽഡ് ചെയ്യുന്നത് ലോ റിസ്ക്കും അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റിലുമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് റീപേ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് റിസ്ക് കുറഞ്ഞിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും അതുപോലെ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റുകളൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഫോക്കസ് ഓൺ മാച്ചിങ് ദി മെച്യൂരിറ്റി ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ആൻഡ് മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അവര് അസറ്റിന്റെ മെച്യൂരിറ്റിയും അതുപോലെ തന്നെ ലയബിലിറ്റീസിന്റെ മെച്യൂരിറ്റിയും എന്ത് ചെയ്യും? കൺസിഡർ ചെയ്തുകൊണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യുന്നതും. Broad banking is the concept opposite to narrow banking. It allows bank to engage in a wide range of activities including riskier investment. നമ്മൾ ആദ്യം പറഞ്ഞ നാരോ ബാങ്കിങ്ങിനകത്ത് എങ്ങനെയായിരുന്നു? അവർ റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റിലും അതുപോലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള അസറ്റിലുമായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ബ്രോഡ് ബാങ്കിങ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവരെന്ത് ചെയ്യും? റിസ്കർ ആയിട്ടുള്ള സോഴ്സിലൊക്കെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് അവർ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അപ്പൊ നമുക്ക് ബാങ്കിങ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബേസ് മുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് CSEBയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ പുതിയ പാറ്റേണിലാണ് പരീക്ഷ വരുന്നത്. ഓരോ എക്സാം കഴിയുമ്പോഴും ക്വസ്റ്റിന്റെ നിലവാരത്തിൽ മാറ്റം വരുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശരിയാക്കിക്കൊണ്ട് ആദ്യ റാങ്കിലേക്ക് എത്താം? അതിന് വേണ്ടത് ഏറ്റവും ബേസ് മുതൽ ആഴത്തിലുള്ള അറിവാണ്. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 6 month ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. അപ്പം എന്റെ നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ആതിര മിസ്, ശ്രീകല മിസ്, ഷൈജു സാറ്, അങ്ങനെ ഒട്ടനവധി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ കഴിഞ്ഞ എക്സാമുകൾക്ക് കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ട് കട്ട് ഓഫ് മറികടക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു 60 to 80 അല്ലെങ്കിൽ 60 to 70 റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ 3 month ബാച്ച്. എക്സാമിന് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു 3 month ബാച്ച് ഹെൽപ്പ് ചെയ്യുക.
അപ്പോൾ അതിനും ആ ഒരു കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് 1 മാർക്ക് കൂടുതൽ മേടിച്ചുകൊണ്ട് CSEB റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്